വില എന്ന് പറഞ്ഞാൽ ഇത് ഓഫർ പ്രൈസ്. ഒരു പക്ഷേ നിങ്ങൾ വീഡിയോയിൽ 2006 ടൈപ്പ് 4 ഇന്നോവ ചെയ്തിട്ടുണ്ടാവില്ല ഈ വിലക്ക്. ഇത് 2,20,000 രൂപ ഫിക്സ്ഡ് പ്രൈസ്. 2,20,000 രൂപയ്ക്ക് ഫിക്സ്ഡ് പ്രൈസ്. ഇനി ഇതിലെന്താ പറയുക, ഇതിലൊരു ഗുഞ്ചായിസ് ഉണ്ടാവില്ല വിലയില്. 3.5 രൂപ, 3.5 ലക്ഷം രൂപ, 14-15 വണ്ടി വിത്ത് ഫുൾ ലോണും. 3.5 ലക്ഷം രൂപ ലോണും സുഖമായിട്ട് കിട്ടും. ഫുൾ ലോണിൽ ഒരു ഇന്നോവ, ഫുൾ ലോണിൽ ഒരു ഇന്നോവ ക്രിസ്റ്റ, 2018 കേരള വണ്ടി. അതായത് 4 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇതിൽ ലോൺ കിട്ടും. 3.5 ലക്ഷം രൂപ വണ്ടിക്ക് വിലയുള്ളൂ. ഇത് നമ്മളൊരു ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ള 3.5 ലക്ഷം രൂപ. 2013 വണ്ടിയാണ്. 3,90,000 മാക്സിമം ഫുൾ ലോണും കിട്ടും. അതാണ് ഇതിന്റെ അടുത്തൊരു പോസിറ്റീവ്. 6,50,000 രൂപ ഫുൾ ലോണിൽ ഡീസൽ വണ്ടി, 22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന 7 സീറ്റർ വണ്ടി. ന്യൂ ഇയറിന് വൺ ഓഫറിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരുപാടധികം വണ്ടികൾ കൊണ്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പൊ ഈ കുറെ ഫോർച്യൂണറും ഇന്നോവയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എവിടെയുള്ളതെന്നുള്ളത്. നമ്മുടെ മലപ്പുറം ജില്ലയിൽ മോങ്ങത്ത് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ റെഡ് ബെൽ യൂസ്ഡ് കാർസിലാണ് കേട്ടോ. അപ്പൊ എന്തായാലും റെഡ് ബെൽ യൂസ്ഡ് കാർസിൽ ന്യൂ ഇയർ പൊളിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് ഇഷ്ടം പോലെ വണ്ടി ഇഷ്ടം പോലെ ഇന്നോവയുടെ ചാകര, ഇയറിന്റെ ഓഫർ. അത് മാത്രമല്ല ടൊയോട്ടയുടെ വണ്ടികൾ ഒരുപാടെണ്ണം ഉണ്ട്. 2.5 ലക്ഷം രൂപയ്ക്ക് വരെ 2.25 ലക്ഷം രൂപയ്ക്ക് ഇന്നോവ കിട്ടും. അതും ടൈപ്പ് 4 ഞാൻ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് നൂർദീനിക്കാണ് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത്. ഏകദേശം എത്ര വണ്ടി ഉണ്ടാവും ഇപ്പൊ നമ്മുടെ നിലവിൽ ഇപ്പൊ നമ്മളൊരു 30ഓളം വണ്ടി ഇപ്പൊ നമുക്ക് റെഡി സ്റ്റോക്കിൽ ഇവിടെ കാണിക്കാനുണ്ട്. നിങ്ങൾ വീഡിയോ നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ 30 വണ്ടി ഞാനിപ്പോ നിങ്ങൾക്ക് കാണിക്കാം. ഇനി കാണിക്കാൻ അല്ലാത്തത് വേറെ നമുക്ക് വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം അല്ലെ. അപ്പൊ എന്തായാലും ന്യൂ ഇയർ എന്തായാലും അടിച്ചു പൊളിക്കണം കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളുണ്ട്, ഒരുപാട് ഫുൾ ലോൺ വണ്ടികളും ഒരുപാടെണ്ണം ഉണ്ട് അല്ലെ. അതാണ് ഈ വീഡിയോന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ വില കുറച്ച് കൊടുക്കുക. അതായത് 3 ഓഫറാണ്. ന്യൂ ഇയർ ഓഫർ, ഇയർ എൻഡ് ഓഫർ, ക്രിസ്മസ് ഓഫർ. 3 ഓഫറാണ് നമ്മളിപ്പോ ഈ വീഡിയോയിൽ കൊടുക്കുന്നത്. അതിന്റെ കൂടെ തന്നെ ഫുൾ ലോൺ ഓഫർ. ഇഷ്ടം പോലെ വണ്ടികൾ, ഒരു 8-10 വണ്ടികൾ നമുക്ക് ഫുൾ ലോണിൽ ഈ വീഡിയോയിൽ നമുക്ക് കൊടുക്കാറുണ്ട്. ഇനി ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. പൈസ ഇല്ലാത്തവരുമാണല്ലോ ലോൺ എടുത്തിട്ടെങ്കിലും വണ്ടി എടുക്കുക. അപ്പൊ ആ ഒരു സാഹചര്യം കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് മാക്സിമം ഫുൾ ലോണിലുള്ള ഒരു 10ഓളം വണ്ടികൾ അത് നമ്മൾ വീഡിയോയിൽ കാണിക്കും. അതെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഞാൻ പിൻ ചെയ്തേക്കാം. ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് അത്യാവശ്യം വണ്ടികളുടെ അപ്ഡേറ്റ്സ് അപ്പോൾ അതിനകത്ത് കയറി നോക്കിയാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തോളൂ. പുതിയ വീഡിയോസിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് വെച്ചോളൂ. നല്ല ക്വാളിറ്റിയുള്ള ഒരുപാട് വണ്ടികളാണ് കാണിക്കുന്നത്. ഒരുപാടധികം വീഡിയോസും വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ആദ്യത്തെ വണ്ടി നമുക്കൊരു ഇന്നോവ ക്രിസ്റ്റ മോഡലും 2017 മോഡൽ. 2017 17 അത് ന്യൂ ഷേപ്പ് ആക്കിയത്. 2021 കൺവെർട്ട് ചെയ്ത വണ്ടിയാണ്. നല്ല വൃത്തിയുണ്ട്, നല്ല ക്വാളിറ്റി വണ്ടി. 2017 മോഡൽ G4 പ്ലസ് ആണ് ഈ വണ്ടി. 2017 G4 പ്ലസ് സ്റ്റാറിംഗ് വീൽ, വോളിയം കൺട്രോൾ കാര്യങ്ങൾ, കമ്പനി പിന്നെ സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. നിലവിൽ ഈ വണ്ടി മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ജെന്യൂൻ കിലോമീറ്റർ ആണ്. 1,40,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. 40 ടൊയോട്ടയുടെ വണ്ടിയാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, കിലോമീറ്റർ ഇതിനൊരു പ്രശ്നമേ അല്ല. കിലോമീറ്റർ ഒരു പ്രശ്നമേ അല്ല. എങ്കിലും ഇതുള്ളത് നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ളത് ജെന്യൂൻ ആണെന്ന് തന്നെ പറയണം. ഇതിപ്പോ 2017 140 ഓടിയ G4 പ്ലസ് വണ്ടി. ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരും. G4 പ്ലസ് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ലല്ലോ ഇനി. വണ്ടിയാണ് വൈറ്റ് ആണ്. സോറി, വണ്ടി മാറിയതാണ്, കുഴപ്പമില്ല. വൈറ്റ് ആണ് നമ്മൾ കാണിച്ചു തരും. G4 പ്ലസ്. ഇതപ്പോ G4 ആണോ? ഇത് G4 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി സ്റ്റീരിയോ, വോളിയം കൺട്രോൾ കാര്യങ്ങളല്ലാതെ ഓപ്ഷനിലെ മാറ്റങ്ങളൊന്നും എന്തായാലും ക്വാളിറ്റി ഉള്ള വണ്ടി, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഇൻഷുറൻസ് ഫുൾ കവർ 12.5 ലക്ഷം രൂപ അടിയിൽ പുതിയ ഇൻഷുറൻസ് നിലവിലുണ്ട്. ഓണർഷിപ്പ് നിലവിൽ 3rd ആണ്. വേറെ മേജർ ആയിട്ടുള്ള ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിക്ക് നമ്മളൊരു ഓഫർ പ്രൈസ് എന്ന് തന്നെ പറയാം. 14,90,000 രൂപ. അല്ല, ഇത് റീ ആണോ? റീ ആണ്. 2017 എന്നാലും 15-16 റീ വണ്ടി നമ്മൾ കൊടുക്കുന്നില്ല. പിന്നെ KL65 പേപ്പർ ആയ വണ്ടി. അതെ, ഓൾറെഡി കർണാടക റീ വണ്ടിയാണ്. ഇത് 14,90 നമുക്ക് ഫിക്സ്ഡ് പ്രൈസ്. ഇതൊക്കെ ഒരു ഓഫർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഒരുപാട് കൂട്ടി പറഞ്ഞ് പിന്നെ ഒരുപാട് കുറച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം വേണ്ട. ഇതൊരു ഫിക്സ്ഡ് പ്രൈസ് 14,90. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 12 ലക്ഷം രൂപ കൺഫേം ലോൺ 12 രൂപ. അത് നോക്കിക്കോളൂ കേട്ടോ. ഇനി അതുപോലെ തന്നെ ഒരു പുതുപുത്തൻ ഫോർച്യൂണർ ഉണ്ടല്ലോ, KL 84C 1900. ഒറിജിനൽ കേരളയാണ്? ഇല്ല, റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. ജെന്യൂൻ കിലോമീറ്റർ. ഇതേതാ മോഡല്? 2016 മോഡൽ, 17 രജിസ്ട്രേഷൻ. ഒരു കിളിക്കുഞ്ഞാണ് ഈ വണ്ടി. കിളിക്കുഞ്ഞാണ് അല്ലേ? ഓട്ടം എത്രയാ? കറക്റ്റ് 69,000 കിലോമീറ്റർ. ജെന്യൂൻ കിലോമീറ്റർ. 69,000 വളരെ ലോ കിലോമീറ്റർ. കറക്റ്റ് പ്രോപ്പർ സർവീസ്, 0 ക്ലെയിം. അടിപൊളി ഗ്യാരണ്ടി വണ്ടി. ചെറിയ ടച്ചപ്പ് സ്വാഭാവികം ഉണ്ടാവും. അതായത് ബമ്പർ കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതികളാണ്. ഇപ്പൊ നിലവിൽ കൊണ്ടുപോകുന്നൊന്നും ചെയ്യാനില്ലല്ലോ. ഒരു ക്ലെയിമും ഇല്ല, 0 ക്ലെയിം ആണ്. കറക്റ്റ് പ്രോപ്പർ സർവീസ് ആണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. സിഗ്മ 4 ആണ് ഇട്ടത്. 4 വീൽ ഡ്രൈവ് വണ്ടിയാണ്. സിഗ്മ 4 ആണ് ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. അന്നത്തെ ഇന്നത്തെ ടോപ്പ് എൻഡ് വണ്ടി. സിഗ്മ 4ന്റെ മേലെ ഒരു ഓപ്ഷൻ വേറെ അല്ലല്ലോ. വന്നിട്ടില്ല.
ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 80% ടയർ ഉണ്ട്. ഫോർച്യൂണറിന്റെ ടയർ പിന്നെ കാണാൻ കൂടുതൽ വലിപ്പം ഉണ്ടാവുള്ളൂ, ഫൗണ്ടേഷൻ കൂടുതൽ കാണിക്കൂല. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 30 രൂപ. 30 ലക്ഷം രൂപ. ഇത് മോഡൽ 2016-17 സിഗ്മ 4 അല്ലേ? 30 ലക്ഷം രൂപയ്ക്ക്. ഇതിന്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ലോ കിലോമീറ്റർ ആട്ടോ. കറക്റ്റ് പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടി. 69,000 കിലോമീറ്റർ ജെന്യൂൻ ആണ് ഈ വണ്ടി. 65 സർവീസ് കഴിഞ്ഞ വണ്ടിയാണ്. 16 മോഡൽ 17 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി സിഗ്മ 4 ഒന്നും 1-1.5 ഓടാത്ത വണ്ടി എന്തായാലും നമ്മുടെ കേരളത്തിലില്ല. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഗ്യാരണ്ടിയിലെ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റും. വരുന്ന ആളുകൾ ടയോട്ടയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്തിട്ട് ഉറപ്പ് വരുത്താം. 100% ഗ്യാരണ്ടിയാണ് ഈ വണ്ടിയൊക്കെ. 30 ലക്ഷം രൂപയാണ് കേട്ടോ. ലോൺ എത്ര കയറും? 25 റുപ്യ 24 റുപ്യ ആവറേജ് കയറും. പിന്നെ പ്രൊഫൈലിനാണ് ലോൺ. നമ്മളിപ്പോ എല്ലാ വീഡിയോയിലും പറയുന്ന മാതിരി വ്യക്തിക്കല്ല വണ്ടിക്കല്ല ലോൺ, വ്യക്തിക്കാണ് ലോൺ. അതുപോലെ ഹൈ പ്രൊഫൈൽ ആണെന്നുണ്ടെങ്കിൽ 3 വർക്കിംഗ് ഡേയ്സ് കൊണ്ട് 25 ലക്ഷം റുപ്യ 26 ലക്ഷം റുപ്യ സുഖമായിട്ട് പ്രൊഫൈലുള്ള ആൾക്ക് ചെയ്ത് കൊടുക്കാം. അടിപൊളി. അതിന് ഇതാണെങ്കിലോ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇയർ എൻഡ് ഓഫർ വിത്ത് ക്രിസ്മസ് ഓഫർ വിത്ത് ന്യൂ ഇയർ ഓഫർ. ഫുൾ ലോണിൽ ഒരു ഇന്നോവ, ഫുൾ ലോണിൽ ഒരു ഇന്നോവ ക്രിസ്റ്റ. 2018 കേരള വണ്ടി. 18 ഒറിജിനൽ കേരള. 1 lakh കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. ഒറിജിനൽ കേരള വണ്ടി. G4 ആണോ? G4 ആണ്. അടിപൊളി. ഇത് നല്ല നീറ്റ് ആണ് വണ്ടി. നീറ്റ് ആയിട്ടൊന്ന് വാഷ് ചെയ്തിട്ടില്ല. ആ ഒരു കുറവ് ഉണ്ടാവും. കാരണം ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും മേജർ ആയിട്ടില്ലെങ്കിലും മൈനർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ വണ്ടി വില കുറച്ച് കൊടുക്കുന്നത്. വരുന്ന ആളുകള് ഇതിപ്പോ എന്താ പറയാ, ആന വാങ്ങുന്ന ഒരാൾക്ക് തോട്ടി വാങ്ങാൻ പണിയില്ല. ഉണ്ടോ? ആന വാങ്ങുന്നവന് തോട്ടി മേടിക്കാൻ പണിയില്ലല്ലോ. വരുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഒരു ഫോർമാനും കൂട്ടി വരിക. ഈ 10, 15, 20 ലക്ഷം റുപ്യന്റെ വണ്ടി എടുക്കുന്ന ആൾക്ക് 1000 റുപ്യ ലേബർ കൊടുത്താണ്ട് എന്ത് ചെയ്യുക, അവനാന്റെ നാട്ടിൽ നിന്ന് നല്ലൊരു മെക്കാനിക്കിനെ ഫോർമാനെ കൊണ്ടുവന്ന് വന്ന് ഒരു 100 കിലോമീറ്റർ ഓടിച്ചോട്ടെ. വരുന്ന ആളുകൾ 1000 റുപ്യന്റെ ഡീസൽ അടിച്ചാൽ 100 കിലോമീറ്റർ ഓടാം. ഇതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് റീപ്ലേസ്മെന്റ് വന്നിട്ടുള്ളത്? ഇതിലിപ്പോ റീപ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്, ബോണറ്റ് റീപ്ലേസ് ഉണ്ട്, ഫ്രണ്ട് ബമ്പർ എന്തായാലും റീപ്ലേസ് ആണ്. 21ലേക്ക് കൺവേർട്ട് ചെയ്ത മോഡലാണ്. ഇതിപ്പോ പറഞ്ഞില്ല, വണ്ടി ആക്സിഡന്റ് ക്ലെയിം ഉള്ള വണ്ടിയാണ്. ഷോറൂമിൽ ഇതിന്റെ ഹിസ്റ്ററി ഉണ്ട്. ആളുകൾ എന്ത് ചെയ്യാം, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ഈ വണ്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, ഇത് ഫുൾ ലോണിൽ ഒരു ക്രിസ്റ്റ. അതായത് 2018 മോഡൽ ഒറിജിനൽ കേരള 1 ലക്ഷം കിലോമീറ്ററോടെ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഈ പറഞ്ഞ റീപ്ലേസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല ഇത്രയും വില കൂടിയ വണ്ടിയാണ്. ആളുകൾ വരുമ്പോ എന്ത് ചെയ്യാ, ഒരു ഫോർമാനും കൂട്ടി വരിക. ഇവിടുന്ന് നമ്മളെടുത്തുള്ള എല്ലാ സംവിധാനം ഉണ്ട്. എന്താ വില? 100 കിലോമീറ്റർ പോലും ഓടിച്ചോട്ടെ. ഈ 200 ആണെങ്കിൽ അതിന്റെ ഡീസൽ പോലെ അടിച്ചാൽ മതി. 1000 റുപ്യന്റെ ഡീസൽ അടിച്ചാൽ 100 കിലോമീറ്റർ ഓടാം. ഓടിയിട്ട് സർട്ടിഫൈ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ ഡീലാക്കാം. നിലവിൽ സർവീസ് ബുക്ക് ഉണ്ട്, സ്പെയർ കീ ഉണ്ട്, തേർഡ് കീ ഉണ്ട്, സെക്കൻഡ് കീ, തേർഡ് കീ, ഫുൾ കവർ ഇൻഷുറൻസ് പുതിയത് 13 ലക്ഷം റുപ്യ 14 ലക്ഷം റുപ്യ ഐഡിവിൽ ഇൻഷുറൻസ് ഉണ്ട്. ഇത് നമുക്കൊരു ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ളത് 15 ലക്ഷം റുപ്യ വിത്ത് ഫുൾ ലോൺ. ഇനിയിപ്പോ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച നമുക്ക് അപ്പോഴും ചെയ്ത് കൊടുക്കാം. 15 ലക്ഷം രൂപ ഒറിജിനൽ കേരള വണ്ടിയാണ്. ഒന്ന് കോൺടാക്ട് ചെയ്ത്. ഈ ഒരു സെക്ഷനിൽ കിടക്കുന്ന 2 കൂടി ഇന്നോവ തന്നെയാണ്, തന്നെയാണ്. ഇത് ഏതൊക്കെയാ മോഡൽ? ഇത് 2018 മോഡൽ 19 രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർ വണ്ടി. G4 ഓട്ടോമാറ്റിക് ആണ് ഈ വണ്ടി. 18 മോഡൽ 19 രജിസ്ട്രേഷൻ G4 ഓട്ടോമാറ്റിക് 120 കിലോമീറ്റർ 1,20,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ കറക്റ്റ് പ്രോപ്പർ സർവീസ് വണ്ടിയാണോ? ഒറിജിനൽ കേരള. അടിപൊളി. സർവീസ് ബുക്ക് സ്പെയർ കീ എല്ലാം ഉണ്ട്. റീപ്ലേസ്മെന്റ് മേജർ ആയിട്ട് ഒന്നുമില്ല. ഒരു ബമ്പർ റീപ്ലേസ് നമ്മൾ തന്നെ ചെയ്തതാണ്. ഇതിപ്പോ നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. 5006 എന്ന് പറഞ്ഞ ഫാൻസി നമ്പർ ഉണ്ട്. അലോവിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ കമ്പനി വന്ന സീറ്റാണ്, പക്ഷെ മാറിയിട്ടൊന്നും കമ്പനി വന്ന അതേ കണ്ടീഷനിലുള്ള വണ്ടി. ഇതായിരിക്കും G4 പ്ലസ് പറഞ്ഞത്. G4 പ്ലസ്. ഇത് ഇപ്പൊ 2018 മോഡൽ 19 മോഡൽ 19 രജിസ്ട്രേഷൻ 120 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ പ്രോപ്പർ സർവീസ്. ഇത് 18 റുപ്യ നമ്മൾ ആസ്ക് ചെയ്യുന്നത്. ഒരു 18.5 ലക്ഷം റുപ്യ നമുക്ക് കൊടുക്കാം. ലോണോ? ലോൺ ഒരു 16 റുപ്യ വരെ പ്രൊഫൈലുള്ള ആൾക്ക് സുഖമായിട്ട് കിട്ടും. പിന്നെ ഈ ലോണിന്റെ കാര്യം പ്രത്യേകം പറയുന്നു, നിങ്ങളുടെ പ്രൊഫൈൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് പക്ക പ്രൊഫൈൽ ആണെങ്കിൽ ധൈര്യമായിട്ട് പോരെ, നിങ്ങൾക്ക് ലോൺ ഇവർ തന്നിരിക്കും കേട്ടോ. പിന്നെ നിങ്ങൾ സിബിലി ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു വെള്ള ഉണ്ടല്ലോ. ഇത് 2017 മോഡൽ തന്നെയാണ്. 17 മോഡൽ റീ രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ്. പിന്നെ ഓൾറെഡി തേർഡ് ഓണർ ആണ് വണ്ടി. കിലോമീറ്റർ 1,70,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. പ്രോപ്പർ സർവീസ് ഉള്ള വണ്ടിയാണ്. 2017 റീപ്ലേസ്മെന്റ് വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ അല്ല, റീ രജിസ്ട്രേഷൻ. ഇതും G4 നീറ്റ് വണ്ടിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. 1,00,000 നമ്മൾ ഫേസ് ലിഫ്റ്റ് നമ്മൾ ചെയ്തതാണ്. ഇതിന്റെ ബമ്പർ അടക്കം വരുന്ന ആളുകൾ ഇത് സംശയിക്കേണ്ട വണ്ടി തട്ടിയിട്ട് ചെയ്തതാണ്. ഇതിന്റെ ഭയ ബമ്പർ അടക്കം നമ്മൾ എടുത്ത് ഇവിടെ ഉണ്ട്. അതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കും. അതൊന്നും സംശയിക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത്. അടിപൊളി. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും വൃത്തിയുള്ള ഒരു വണ്ടി. എന്താ വില വരുന്നത്? ഇത് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 റുപ്യാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു പൊടിക്കായി നമുക്ക് കുറച്ച് കൊടുക്കാം. ഒരു ചായ പൈസ അതെ, ഒരു പൊടിക്കായി നമ്മൾ കുറച്ച് കൊടുക്കാം. ഒരു മീമാങ്ങാനുള്ള പൈസ കുറച്ച് കൊടുക്കാം. ഒരുപാട് നമ്മൾ കൂട്ടി ചോദിക്കണില്ല. ഈ വീഡിയോയിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത അതാട്ടോ. മാക്സിമം ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ 3 ഓഫറാണ് ഇപ്പൊ ഇതിന് കടത്ത് കിടക്കുന്നത്. അപ്പൊ ആളുകൾ വന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഇതിലുള്ള ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും കൂടുതൽ ഫുൾ ഓൺ ഉള്ള വണ്ടികളാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഇടാൻ പോകുന്നത്. ഓൾറെഡി ഒരു ഫുൾ ഓൺ ഇന്നോവ നമ്മൾ കാണിച്ചു. ഇതിന്റെ വില എത്ര? നമ്മൾ 15 റുപ്യാണ് ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു പൈസ നമുക്ക് എന്തെങ്കിലും കുറച്ച് കൊടുക്കാം. ഒരു 13 റുപ്യ വരെ നമുക്ക് മാക്സിമം ലോൺ കിട്ടും. ഇനി ഒരു XUV ഉണ്ടല്ലോ, XUV W8 ഫുൾ ഓപ്ഷൻ അല്ലല്ലോ.
അല്ല W8 ആണ്. ഫുൾ ഓപ്ഷന്റെ താഴെ എന്ന് പറയാം. അതെ 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 അതെ. ഇത് ന്യൂ ഷേപ്പ് വരുന്ന വണ്ടിയാണ്. അതെ, ന്യൂ ഷേപ്പ് 2015 15 മോഡൽ 16 രജിസ്ട്രേഷൻ ഉള്ള ന്യൂ ഷേപ്പ് ഉള്ള വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. ബോഡി വൈസ് ഒന്നും ഒരു സ്ക്രാച്ച്, നല്ല ക്വാളിറ്റി വണ്ടി, മിന്റ് കണ്ടീഷൻ തന്നെ പറയാം. ഒറിജിനൽ കേരള സെക്കൻഡ് ഓർഡർ 1,41,50 ജെന്യൂൻ കിലോമീറ്റർ, ഒരു റീപ്ലേസ്മെന്റ് ഇല്ല, ഗ്യാരണ്ടി കൊടുക്കുക. അടിപൊളി. സീറ്റും കാര്യങ്ങളൊക്കെ നല്ല കമ്പനി വന്ന സീറ്റ്, കമ്പനി അതൊന്നും നമ്മൾ അഡീഷണൽ പറയണ്ടല്ലോ. എക്സ്യൂവിനെ സംബന്ധിച്ചിടത്തോളം എന്താ വെച്ചാൽ ഉള്ള സംഗതികളൊക്കെ കമ്പനിയുള്ള സംഗതികളാണല്ലോ. W8 ആയതുകൊണ്ട് തന്നെ കീലസ് എൻട്രി മട്ടൺ സ്റ്റാർട്ടും വരില്ല, ബാക്കി ഫുൾ ലോണിൽ കൊടുക്കാം. 8 ലക്ഷം റുപ്യക്ക് വണ്ടി കൊടുക്കുക, 8 ലക്ഷം റുപ്യ ലോണും കൊടുക്കുക അല്ലെ. അതായത് 2015 മോഡൽ 16 രജിസ്ട്രേഷൻ വണ്ടി. ന്യൂ മോഡലാണ് കേട്ടോ. 8 ലക്ഷം രൂപ, ₹1 കൊണ്ടുവരേണ്ട, ഫുൾ ലോണിൽ മാക്സിമം നിങ്ങൾ നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഇതേപോലത്തെ അവസരങ്ങളൊക്കെ കിട്ടുമ്പോൾ പ്രൊഫൈലുള്ള ആൾക്ക് ഫുൾ ലോൺ 100% ഗ്യാരണ്ടിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ പറ്റും. എന്തെങ്കിലുമൊക്കെ റേറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ആവില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയൊരു സംഗതികൾ മനുഷ്യന്മാരല്ലേ, നമ്മൾ പറയുമ്പോൾ മുണ്ടി പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കേണ്ടത് സ്വാഭാവികമല്ലേ. അടിപൊളി. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല നീറ്റ് വണ്ടിയാണ്. അതുപോലെ തന്നെ ഇനി ഇതാണെങ്കിലോ ഇതും പഴയ ഷേപ്പിലുള്ള ഒരു എക്സ്യൂവി. അതെ, അത് പുതിയത്, ഇത് പഴയത്. ഒരു കൊല്ലത്തെ മാറ്റേ ഉള്ളത്. 2014 മോഡലാണ്. ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ വണ്ടി. എനിക്ക് തോന്നുന്നു W8 ഇത് ഫുൾ ഓപ്ഷൻ ആണോ? അല്ല, അതും ഇതൊക്കെ W8. അതെന്താ വെച്ചാൽ 15 വരുന്ന ന്യൂ മോഡൽ, ഇത് 14 വരുന്ന ഷേപ്പ്. അതെ അതെ. പിന്നെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഭാഗങ്ങൾ ഏകദേശം 90%. ഈ 2 വണ്ടിക്കുള്ള നല്ല സർവീസ് ബുക്ക്, സ്പെയർ കീ, ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങൾ, ഒരു റീപ്ലേസ്മെന്റ് ഇല്ല. അതൊക്കെ ഗ്യാരണ്ടിയിൽ നമ്മൾ കൊടുക്കും, ജെന്യൂൻ കിലോമീറ്റർ. പിന്നെ ഇതിന്റെ ഇന്റീരിയർ കുറച്ചുകൂടി വൃത്തിയുണ്ട് കേട്ടോ. കാരണം ഉപയോഗിക്കുന്നതിനനുസരിച്ചാണല്ലോ ഇന്റീരിയറിന്റെ വൃത്തി എന്ന് പറഞ്ഞാൽ. ചില ആളുകളെ യൂസിങ്ങിനനുസരിച്ചാണ് ഇത് വരിക. അതെ അതെ. ഈ 14 മോഡൽ ഇതിന്റെ ഓട്ടോ എത്രയാ? ഇത് 1.5 കിലോമീറ്റർ. 1.5. അടിപൊളി. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇതും നമുക്ക് വിത്ത് ഫുൾ ലോൺ. എത്രയാ? ഇത് നമ്മള് 6.5 രൂപക്ക് വണ്ടി കൊടുക്കുക, 6.5 രൂപ ലോണും കൊടുക്കുക. 6.25 നമ്മൾ ആസ്ക് ചെയ്യുന്ന വില നമ്മൾ ഇതിൽ പറയുന്നില്ല. ഫുൾ ലോണിന്റെ വണ്ടി ആയതുകൊണ്ട് നമ്മൾ അജീവ് ചെയ്യുന്നില്ല. മാക്സിമം മുട്ടിച്ച് വില പറയാം, മാക്സിമം മുട്ടിച്ച് കൊടുക്കുക. അതെ അതെ. 6.5 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. 6.5 രൂപ ലോണും കൊടുക്കുക. നല്ല നീറ്റ് ആണ് കേട്ടോ വണ്ടി, നല്ല കണ്ടീഷൻ. ഇതൊക്കെ എന്താ പറയുക, ഇറാ മോട്ടോഴ്സ് ഇവിടുന്ന് 25 കിലോമീറ്റർ ഉണ്ട്. ഇറാ മോട്ടോഴ്സിൽ പോയി ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയിട്ട് വണ്ടി കൊണ്ടുപോകാം. ഇനി ബ്രസ ആണെങ്കിലോ? ബ്രസ മാരുതിന്റെ ഒരു വണ്ടി, 2018 ZDI ആണ് ഈ വണ്ടി. 18 ZDI. അന്നത്തെ ഫുൾ ഓപ്ഷൻ തന്നെ. അതെ അതെ. ഇതില് കീലസ് എൻട്രി മട്ടൺ സ്റ്റാർട്ട് ഉണ്ട്? വരൂല. കീലസ് എൻട്രി മട്ടൺ സ്റ്റാർട്ടും ZDI ആയതുകൊണ്ട് വരൂല. ZDI പ്ലസിലാണ് അത് വരുന്നത്. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ സാധനവും ഉണ്ട്. ഡീസൽ വണ്ടിയാണ്. ഏകദേശം 20 കിലോമീറ്ററിനടുത്ത് മൈലേജ് കിട്ടും. മാരുതിന്റെ വണ്ടിയല്ലേ. അലോയ് വീൽസ് ഉണ്ട്. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം ഒരു 70% ഉണ്ട്. നല്ല സീറ്റ് കവർ, ഇന്റീരിയർ അടിപൊളി. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. വെറും 22,000 രൂപക്ക് ഫ്രണ്ടിലെ ബമ്പർ ഒന്ന് മാറിയിട്ടുണ്ട്. അത്രേ 22,000 റുപ്യ എന്ന് പറഞ്ഞാൽ എന്താ പോയി 22,000 റുപ്യക്ക് ഇപ്പോഴത്തെ കാലത്ത് കിട്ടുക. കമ്പനിന്ന് ഷോറൂം ക്ലെയിം ആണ് പോയി പറഞ്ഞത്. അതെ അല്ലേ. ഒരു ബമ്പർ ഗ്രില്ലും മാറി 22,000. ബമ്പർ ഗ്രില്ല് പോകില്ല. ഒരു ബമ്പർ സെറ്റ് മാറിനോട് കൂടി 22 റുപ്യായി. പിന്നെ ലോ കിലോമീറ്റർ ആണ് വണ്ടി. 80ന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ. വണ്ടിന്റെ ഓർമ്മ ശരിയാണ് 78,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ തന്നെ പറയാം. വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നീറ്റ് വണ്ടി. നമുക്ക് എന്ത് വില വരും? ഇത് നമുക്ക് 7.5 രൂപക്ക് ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ള കൊടുക്കാം. ഫിക്സ്ഡ് പ്രൈസ് വിത്ത് ഫുൾ ലോൺ. ഹൈ പ്രൊഫൈലുള്ള ആൾക്ക് 7.5 ലക്ഷം റുപ്യ ലോണും കൊടുക്കാം. 18 വണ്ടിയാണല്ലോ, മാരുതിന്റെ വണ്ടിയാണ്, ഒറിജിനൽ കേരളയാണ്. വാല്യുവേഷൻ നല്ലോണം കിട്ടും അല്ലേ. പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കയ്യിൽ പൈസ ഇല്ലാണ്ട് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങോട്ട് പോരെ. നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാവണം, നിങ്ങളുടെ സിബില്, അതുപോലെ തന്നെ ഓവർ ഡ്യൂ ഒന്നും ഉണ്ടാവില്ല, ട്രാൻസാക്ഷൻസ് പക്കയാവണം. എങ്കിൽ 100% നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ ഫുൾ ലോൺ പറഞ്ഞ എല്ലാ വണ്ടികളും തന്നിരിക്കും കേട്ടോ. ഇനി ഈ എറ്റിയോസ് ആണെങ്കിലോ? ഇത് എറ്റിയോസ് 13 മോഡൽ. 13 മോഡൽ കേരളയാണോ? ഇത് റീ രജിസ്ട്രേഷൻ ആണല്ലേ. 13 മോഡലിൽ എത്ര ഓടി? 13 മോഡൽ ഇതിൽ ഉള്ള കിലോമീറ്റർ ജെന്യൂൻ ആണ്, നമ്മൾ അവകാശപ്പെടില്ല. റീ രജിസ്ട്രേഷൻ വണ്ടിയാണ്. അപ്പൊ നിലവിലുള്ള കിലോമീറ്റർ 1,70,000 കിലോമീറ്റർ ആണ് ഇതിനകത്തുള്ളത്. അത് റെഡി ആണ് അല്ല എന്നൊന്നും നമ്മൾ അവകാശപ്പെടണം. എന്നിരുന്നാലും ടയോട്ടന്റെ വണ്ടിയല്ലേ, മൊത്തത്തിൽ കണ്ടില്ല നിങ്ങൾ, നല്ലൊരു മൊഞ്ചുള്ള മണവാളനാണ് വണ്ടി. അങ്ങനെയുണ്ടല്ലോ 13 ടൈപ്പ് അല്ല. ഇതൊക്കെ ഫേസ് ലിഫ്റ്റ് ചെയ്തത്. ഇതൊക്കെ 15-20 റുപ്യ കൊടുത്ത് അതിന്റെ കിറ്റ് കിട്ടുന്ന കാലമാണ് ഇപ്പൊ. പഴയ കാലല്ലേ, ഏത് വണ്ടി എന്ത് ചെയ്യാ, പഴയതിനെ പുതിയതാക്കാൻ പറ്റും. അതെ അതെ. അതുപോലെ തന്നെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറ്റ് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. വൃത്തിയാണ് മെയിൻ. നല്ല ക്വാളിറ്റി വണ്ടി. ഇതൊന്നും കൊണ്ടുപോകണമെങ്കിൽ ഒരു മുട്ടുസൂചി നമ്മൾ ചെലവാക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു മുട്ടുറുപ്പ് നമ്മൾ ചെലവാക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മൾ തന്നെ ഉള്ള എന്തെങ്കിലും സംഗതികൾ ഉണ്ടെങ്കിൽ കുറവുകളും പോരായ്മകളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചതാണ്. ഇനിയും വന്നിട്ട് ആളുകൾ ഓടിച്ചിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് പറയേണ്ട അതും നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. ഏത് വണ്ടിക്കും, ഈ ഒരു വണ്ടി നല്ല ഏത് വണ്ടിക്കും. പിന്നെ വേറൊരു കാര്യം ഉണ്ട്, സ്നേഹമുള്ള ഒരു മനുഷ്യനാണ്. മാക്സിമം വിലയൊക്കെ അല്ല, അത് നമ്മൾ പറയുന്നത് നോക്കണ്ട. നമ്മളിപ്പോ ഈ ബിസിനസ് ചെയ്യുന്ന ഒരു വട്ടം ഡീൽ ചെയ്ത ആളുകൾ ഇപ്പൊ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവും. ഒരു വണ്ടി കൊണ്ടുപോയ ആളുകൾ ഓലെ നല്ല അഭിപ്രായത്തിന് നമ്മൾ ഒരുപാട് കസ്റ്റമർ, ഇപ്പൊ താമരശ്ശേരിയുള്ള ഒരു ടീം മെമ്പറിന് 4 വണ്ടി കൊണ്ടുപോയത് ഓലെ റിലേഷൻസ്ക്ക്. അത് നമ്മളെ ഡീലിംഗ്, നമ്മളെ
നമ്മളെ വിലക്കുറവ് നമ്മളെ വണ്ടിന്റെ ഗുണമേന്മ ഈ 3 ഘടകങ്ങളാണ് നമ്മളെ പൊക്കി പറയല്ലോ ഈ പറയുന്നത് അങ്ങനെ ഉണ്ടല്ലോ ഈ 3 സംഗതികൾ. പിന്നെ എന്താ വെച്ചാൽ ഏതൊരു വണ്ടിക്കും എന്താ പറയുക ശബരിമലയ്ക്ക് പോകുന്ന ഒരു അയ്യപ്പ ഭക്തൻ എന്ത് ചെയ്യണം വാവരെ തൊയ്തിട്ടാ പോവുക അല്ലെങ്കിൽ വാവരെ കണ്ടിട്ടാ പോവുക. ഇനോവ ആട്ടെ ടയോട്ടന്റെ ഇനോവ ആട്ടെ ക്രിസ്റ്റ ആട്ടെ ഫോർച്യൂണർ ആട്ടെ ടയോട്ടന്റെ ഏത് വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളൂ നമ്മളടുത്തൊന്ന് പേരെ ജസ്റ്റ് എടുക്കണം എന്ന് ഞാൻ പറയൂല. വന്ന് നമ്മളായിട്ടൊന്ന് പരിചയപ്പെട്ട് നമ്മളെ വണ്ടി നമ്മളെ ഡീറ്റെയിലും വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് താരതമ്യം ചെയ്യണം ജനങ്ങൾ. അങ്ങനെയല്ലോ നേരെ ഒറ്റയ്ക്ക് ഒരു വീഡിയോ കണ്ടിട്ട് ആരും വന്ന് വണ്ടി എടുക്കൂല. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി അയ്യപ്പ ഭക്തർ പോകുന്ന മാതിരി എന്ത് ചെയ്യാ ഇവിടെ ഒന്ന് വന്നിട്ട് ജസ്റ്റ് കണ്ടിട്ട് നമ്മളെ വണ്ടിന്റെ മോഡൽ എന്താണ് നമ്മളെ വില എന്താണ് അങ്ങനെയുണ്ടോ ഇതൊന്നും അപ്പുറത്തും ഇപ്പുറത്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം ജനങ്ങൾ. അതായത് ബേസിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് വേണേലും വണ്ടി എടുത്തോ പോണ വഴി ഇവിടെ നമ്മൾ മാക്സിമം നമ്മളോട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയല്ലോ ഇറച്ചിയും പൊറോട്ടയൊക്കെ മേടിച്ചു അത് നമ്മളെല്ലാം കൊടുക്കുന്നതാണ്. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും ഇതിന് വില പറഞ്ഞില്ലല്ലോ. ഇത് നമ്മൾ 3.25 റുപ്യാണ് ആസ്ക് ചെയ്യുന്നത്. 3,70,000 കുറച്ച് കുറയോ ഒരു 60 ഉറുപ്പ്യൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് 360 ആണെങ്കിൽ കൊടുക്കാം. അതുപോലൊന്നും കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടല്ല. അതിപ്പോ നിങ്ങൾക്ക് അറിയാലോ 13 വണ്ടി ഇതൊക്കെ ഒന്ന് ടച്ചും പോളിഷും ഫേസ് ലിഫ്റ്റും ചെയ്ത് വരുമ്പോ പിന്നെ വലിയ ഗിരാക്കൊന്നുമല്ല. പിന്നെ നീറ്റാണ് ഇത്രയും വലിയ വണ്ടിയാണ്. ഇപ്പൊ എന്താ പറയുക സെഡാൻ ടൈപ്പ് ഒരു വണ്ടി 3.5 ഉറുപ്പ്യക്ക് 360 ഒരു സെഡാൻ ടൈപ്പ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൈലേജ് ഇൻഷുറൻസ് പുതിയത് ഫുൾ കവർ ഇൻഷുറൻസ് 3 ലക്ഷം രൂപ ഇടയിൽ എടുത്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. പിന്നെ സെക്കൻഡ് ഓണറാണ്. നല്ലൊരു ടീമാണെങ്കിൽ ഒരു 3 ഉറുപ്പ്യ വരെ സുഖമായിട്ട് ലോൺ കയറും. 2013 വണ്ടിയല്ലേ 3 ഉറുപ്പ്യ ലോൺ സുഖമായിട്ട് കിട്ടും. 10,000 കൊണ്ട് വന്നാൽ കൊണ്ടുപോവാം. ഇതിലും വില കുറഞ്ഞ ഒരു ഇന്നോവ ഇനി സ്വപ്നങ്ങളിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അതായത് ടൈപ്പ് 4 വണ്ടി ഈ ക്വാളിറ്റി ഉള്ള ഇത്രയും വില കുറഞ്ഞൊരു വണ്ടി കേരളത്തിൽ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല. 100% ഉറപ്പാണ് കേട്ടോ. ഗ്യാരണ്ടി അഗ്രി. ഇത് ഏതാ മോഡൽ? ഇത് 2006 മോഡലാണ്. ടൈപ്പ് 4 2006 10 16 5 21 5 26 വരെ എല്ലാ പേപ്പറും വാലിഡ്. 26 വരെ ടാക്സ് റിന്യൂവൽ വാലിഡ് ആണ്. ഇൻഷുറൻസും ഏകദേശം ഒരു 6 മാസം ഇൻഷുറൻസും ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് 2006 വണ്ടിയല്ലേ. ഇതൊന്നും ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നില്ല. നിലവിൽ ഈ വണ്ടി മെക്കാനിക്കൽ നല്ല കണ്ടീഷനാണ്. മെയിൻ ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. മെയിൻ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. 2006 അല്ലേ ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഏകദേശം 90% ടയറും ഉണ്ട്. ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ആണ് അല്ലേ. 2006 അപേക്ഷിച്ച് മോശമല്ലാത്തൊരു ഇന്റീരിയർ നല്ല ഹൈ ഇന്റീരിയർ അല്ലെങ്കിലും അങ്ങനെ ഉണ്ടല്ലോ. അല്ല അങ്ങനെ അതല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞ മാതിരി 2006 ഇന്നോവ ഈ ഒരു കണ്ടീഷനിലുള്ള വണ്ടി ഈ പറഞ്ഞ വില നമ്മൾ പറഞ്ഞിട്ടില്ല. അത് ലിസ്റ്റ് ആക്കി വെക്കുകയാണ്. ഈ പറഞ്ഞ 3 ഓഫറാണ് ക്രിസ്മസ്, ഇയർ എൻഡ്, ന്യൂ ഇയർ. ഈ ഓഫറിൽ എന്താ വെച്ചാൽ ചെറിയവർക്കും വലിയവർക്കും പ്രായമുള്ളവർക്കും പ്രായമില്ലാത്തവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇന്നോവ. പിന്നെ മെക്കാനിക്കൽ കണ്ടീഷൻ ഞാൻ പറയുന്നത് നല്ല കണ്ടീഷനാണ്. 2006 ആയതുകൊണ്ട് വരുന്ന ആളുകൾ എന്ത് ചെയ്യുക വന്നിട്ട് ചെക്ക് ചെയ്തിട്ട് ഉറപ്പരുത്. എന്റെ കാഴ്ചയിൽ എഞ്ചിന് ഗിയർ ബോക്സ് ഞാൻ ഗ്യാരണ്ടി വണ്ടിക്ക് കൊടുക്കും ചെയ്യും. അതായത് ഷോറൂമിൽ കൊണ്ടുപോകാം 100-200 കിലോമീറ്റർ ഓടിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഏറ്റവും കൂടുതൽ അറിയേണ്ട സംഭവം വിലയും കൂടി ഒന്ന് പറഞ്ഞോ. വില എന്ന് പറഞ്ഞാൽ ഇത് ഓഫർ പ്രൈസ്. ഒരു പക്ഷേ നിങ്ങൾ വീഡിയോയിൽ 2006 ടൈപ്പ് 4 ഇന്നോവ ചെയ്തിട്ടുണ്ടാവില്ല ഈ വിലക്ക്. ഇത് 2,20,000 രൂപ ഫിക്സ്ഡ് പ്രൈസ്. 2,20,000 രൂപയ്ക്ക് ഫിക്സ്ഡ് പ്രൈസ്. ഇനി ഇതിലെന്താ ഇതിലൊരു ഗുഞ്ചായിസ് ഉണ്ടാവില്ല വിലയിൽ. ഫിക്സ്ഡ് പ്രൈസ്. വരുന്ന ആളുകൾ വണ്ടി വരിക, അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പൈസ തരാ ഡീലാക്കുക. 1,500 രൂപ കൊണ്ടുവന്ന പോലെ പേർക്കും ഞാൻ മാറ്റി കൊടുക്കും വണ്ടി. അടിപൊളി. 2,20,000 വില ഫിക്സ്ഡ് ആണ്. വീണ്ടും പറയാം, ഇത് ചോദിക്കരുത്, ഇതൊന്നും ലാഭമുള്ള കച്ചവടമല്ല. ഇതൊക്കെ നമ്മൾ പറയില്ല, നമ്മളെന്താ വെച്ചാൽ ഒരു ബിസിനസ് ആകുമ്പോൾ കേറ്ററൊക്കെ ഉണ്ടാവുമല്ലോ. എല്ലാ വണ്ടിയിലും നമ്മൾ എന്ത് ചെയ്യേണ്ട, ലാഭം പ്രതീക്ഷിക്കേണ്ട ചില സംഗതികൾ എന്ത് ചെയ്യും നമ്മൾ വാങ്ങിയ വില കൊടുക്കും. നിങ്ങളുടെ സ്നേഹത്തിന് വില കുറച്ച് 2,20,000 രൂപയ്ക്ക് 2006 മോഡൽ ടൈപ്പ് 4 നീറ്റ് ഇന്നോവ. അതായത് ഒരു സ്ക്രാച്ചസോ ഡെന്റോ ഒന്നും എവിടെയും ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. വീണ്ടും നിങ്ങൾക്ക് ഒരു ഫുൾ ലോണിൽ എടുക്കാൻ പറ്റുന്ന ഒരു ടെറാനോ ആണ്. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2014 മോഡൽ 15 രജിസ്ട്രേഷൻ 1,50,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ഡീസൽ വണ്ടി. അതും പിന്നെ മൈലേജ് ഉള്ള മറ്റേ 85 വോയിസ് പവർ വരുന്ന 1 ടൺ 85 ആണല്ലോ. 85 ആണ്, അതായത് മൈലേജ് ഉള്ള വണ്ടി. ഇതാണ് ആളുകൾ കൂടുതൽ എൻക്വയറി ആവശ്യപ്പെടുന്ന വണ്ടി. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നീറ്റ് ആണ് കേട്ടോ വണ്ടി. 2014-15 അപേക്ഷിച്ച് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി. ഇൻഷുറൻസ് ഈ 30-ാം തീയതി തീരും. ഞാൻ വരുന്ന ആളുകൾക്ക് ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കും വിത്ത് ഫുള്ള് ലോണും. മേജർ കേസ് ഒന്നുമില്ല, ഗ്യാരണ്ടി ആണ്. ഇതൊക്കെ മേജർ കേസ് ഒന്നുമില്ല എന്നുള്ള ഗ്യാരണ്ടി കൊടുക്കുക. നല്ല വൃത്തിയാണ്. പിന്നെ ഒരു കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ പറിച്ചു കളഞ്ഞാൽ അത്രേ ഉള്ളൂ. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഇത് ഫുൾ ഓപ്ഷൻ അല്ല, ഇത് മിഡിൽ ഓപ്ഷൻ ആണ്. എക്സൽ ആയിരിക്കും. എന്നിരുന്നാലും നിങ്ങൾക്ക് എല്ലാവിധ ഫീച്ചേഴ്സും വരും.
ഇതിന്റെ വിലയും കൂടി ഒന്ന് പറഞ്ഞോ. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്ക് ചെയ്യുന്നത് 3.5 റുപ്യ, ഏകദേശം 3.5 റുപ്യ. 3.5 ലക്ഷം 3.5 ലക്ഷം റുപ്യ, 14-15 വണ്ടി വിത്ത് ഫുൾ ലോണും. 3.5 ലക്ഷം റുപ്യ ലോണും സുഖമായിട്ട് കിട്ടും. അടിപൊളി അല്ലേ. ഇനിയിപ്പോ നമ്മൾ ഇതും പറയുന്നുണ്ട്, 50,000 രൂപ അങ്ങോട്ട് വേണമെങ്കിൽ ഈ വണ്ടിമേൽ കൊടുക്കാൻ നമുക്ക് കഴിയും. അടിപൊളി. വരുന്ന ആളുകൾക്ക് ഇനി വലിയ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും ഇത് ഫിനാൻസ് വാങ്ങി എന്തായാലും അടക്കണം. പഴയ കാലമൊന്നും അല്ല, അടക്കാൻ ഞാൻ സിവില് മറ്റേത് മറിച്ച് ഓന്റെ ലൈഫേ പോകും. അപ്പൊ അത് നോക്കണ്ട. ഇതുമ്പോൾ ആവശ്യക്കാരനാണ്, അത്യാവശ്യക്കാരനാണെങ്കിൽ 4 ലക്ഷം രൂപ ഞാൻ ലോൺ വാങ്ങി കൊടുക്കും. ബാങ്കാണ് കൊടുക്കുക, ഞാനല്ലോ. അത് പൊളിച്ചു കേട്ടോ. അതായത് 4 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇതിന് ലോൺ കിട്ടും. 3.5 ലക്ഷം രൂപ വണ്ടിക്ക് വിലയുള്ളൂ. സ്നേഹത്തിന്റെ പേരിൽ എന്തെങ്കിലും ഇനിയും കുറച്ച് ഞാൻ കൊടുക്കും. വിത്ത് ഫുൾ കവർ ഇൻഷുറൻസ്. ഈ 30 ഇൻഷുറൻസ് തീരും. 4 ലക്ഷം രൂപയുടെ പുതിയ ഇൻഷുറൻസ് കൊടുത്തു കൊടുക്കും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. 2014, 15, 1.5 ലക്ഷം കിലോമീറ്ററോടെ ടെറാനോ ഡീസൽ സെക്കൻഡ് ഓണർ വണ്ടി അല്ലേ. ഇനി ഇവിടെ കുറച്ച് എറ്റിയോസ് കിടക്കുന്നുണ്ടല്ലോ. എറ്റിയോസുകൾ സാധാരണ നമുക്ക് ചെറുവണ്ടികൾ കുറവാണ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ ഈ പ്രാവശ്യം കുറച്ച് ചെറുവണ്ടിയും കൂടി എല്ലാവരും നമ്മൾ പരിഗണിക്കണല്ലോ. 2013 വണ്ടിയാണ് ടയോട്ടയിലെ രാജകുമാരൻ. അതായത് സാധാരണക്കാരിൽ ടയോട്ടയിൽ സ്റ്റാർട്ടിങ്ങിലുള്ള വണ്ടിയാണല്ലോ ലീവ. 2013 മോഡലാണ് അജു. ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. 13-ന് അപേക്ഷിച്ച് നല്ല സീറ്റ് കവർ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. നിലവിൽ ഡൽഹി പ്രൈവറ്റ് വണ്ടി റീ രജിസ്ട്രേഷൻ ചെയ്തതാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ആക്കിയിട്ടില്ല. വന്ന അതേ ജെന്യൂൻ കണ്ടീഷനിലാണ് വണ്ടികൾ. ടയർ ഭാഗങ്ങളൊക്കെ ഏകദേശം 70% ടയർ ഉണ്ട്. ഇൻഷുറൻസ് കാലാവധി ഉണ്ട്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. മേജർ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. മേജർ ആയിട്ടും മൈനർ ആയിട്ടും പറയാനൊന്നും ഒന്നുമില്ല. ഓക്കെ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് കേട്ടോ. എന്തായാലും എടുക്കാൻ ആഗ്രഹിക്കുന്നവരെ നോക്കിക്കോളൂ. പിന്നെ 13 മോഡൽ ഓട്ടം എത്ര പറഞ്ഞ? ഓട്ടം 1,70,000 കിലോമീറ്റർ ആണ് അതിനകത്തുള്ളത്. അത് ജെന്യൂൻ ആണെന്ന് ഞാൻ അവകാശപ്പെടും. നിങ്ങളൊന്ന് വന്നിട്ട് ചെക്കും കൂടി ചെയ്തോളൂ. പിന്നെ ടയോട്ടയുടെ വണ്ടിയല്ലേ, നമ്മൾ വീണ്ടും പറയാണ്. വന്നൊരു 10 കിലോമീറ്റർ ഓട്ടുമ്പോൾ തന്നെ അതിന്റെ കണ്ടീഷൻ മനസ്സിലാവും. നിലവിൽ വേറെ ആണ്. നിലവിൽ വേറെ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല. എന്താ വില വരുന്നത്? ഇത് നമ്മളൊരു ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ള 3.5 ലക്ഷം രൂപ. 2013 വണ്ടിയാണ്. ഒരു 3 to 3.5 ലോണും കയറും. 3.5 ലോണും കയറും. 3 റുപ്യ എഗ്രിയാണ്. ഇപ്പൊ 50 റുപ്യ ഇല്ലാത്തവനാണെന്ന് നമുക്ക് മാക്സിമം ശ്രമിച്ചൊക്കെ ചിലപ്പോൾ ഫുൾ ലോണും കയറും. അടിപൊളി. അപ്പൊ എന്തായാലും 3.5 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ ഫുൾ ലോൺ തരും. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു 10-30,000 40,000 ഉള്ളിലുണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ഇറക്കി കൊടുക്കാം. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല അടിപൊളി വണ്ടിയാണ്. ഇനി സെയിം സാധനം ഓർമ്മ ഇവിടെ ഉണ്ടല്ലോ. ടൈപ്പ് ഇത് കേരളത്തില് മലപ്പുറം വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. 2018 മോഡൽ ലിവ VD. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു സാധനമാണ് ലിവ. അതെ ഡിമാൻഡ് ഉള്ള ഒരു മുതലാണ് ഇപ്പൊ ഈ ലിവ എന്ന് പറയുന്ന സാധനം. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കറക്റ്റ് 22 കിലോമീറ്റർ മൈലേജ് കറക്റ്റ്. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ശരിക്കും നമ്മൾ പഴയ മണ്ണെണ്ണ മോട്ടോർ സ്റ്റാർട്ട് ആക്കുമ്പോൾ ഒരു പെട്രോൾ മണപ്പിക്കല് എന്ന മാതിരി ഇതിന് ഡീസൽ ഒന്നും മണത്താൽ മതി. 500 റുപ്യ ഡീസൽ അടിച്ചാൽ തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലം പോയി വരാം. അതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ്. നല്ല സീറ്റ് കവർ വീഡിയോ ആകുമ്പോൾ പിന്നെ എയർ ബാഗ് പിന്നെ സ്റ്റീരിയോ സെന്റർ ലോക്ക് ഇതൊന്നും നമ്മൾ അഡീഷണൽ പറയേണ്ട. ടയർ ഭാഗം 4 പക്കയാണ്. ആക്സിഡന്റ് ഹിസ്റ്ററി റീപ്ലേസ് ഒന്നുമില്ല. ജെന്യൂൻ പ്രോപ്പർ കിലോമീറ്റർ ആണ്. 1,65,000 കറക്റ്റ് സർവീസും ആണ് വണ്ടി. 2015 65 ഓടി. 65 ഓടിയെ ഓല എണ്ണി അടിച്ചില്ല. അതിന്റെ കണക്ക് നമ്മൾ പറയണ്ടല്ലോ. കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയല്ലേ. അപ്പോ പിന്നെ പറഞ്ഞില്ല, സർവീസ് ബുക്ക്, സ്പെയർ കീ, ഇൻഷുറൻസ്, ഫുൾ കവർ എല്ലാ ഭാഗവും ഉണ്ടല്ലേ. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമ്മളൊരു ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ളത് 6,50,000 രൂപ. 6 ലക്ഷം കാലൊക്കെ എല്ലാവരും ചോദിക്കോട്ടെ. ജനങ്ങൾ ഇതൊക്കെ ഒന്ന് കമ്പയർ ചെയ്യട്ടെ. വരുന്ന ആളുകൾ ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, വരുന്ന ആളുകൾ എന്താ നമ്മളെ വീഡിയോ കാണുക, വണ്ടി കാണുക, ഒന്ന് കമ്പയർ ചെയ്യുക. അങ്ങനെ ഉണ്ടല്ലോ. ഈ വണ്ടിയെ പറഞ്ഞില്ല ഒരു ക്ലെയിമും കാര്യമില്ല. ഓടിച്ച് സർട്ടിഫൈ ചെയ്തിട്ട് ജനങ്ങൾക്ക് എടുക്കാം. ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത പറഞ്ഞില്ല, മാക്സിമം ലോണും കിട്ടും. ചിലപ്പോൾ ഫുൾ ലോൺ തന്നെ ഞാൻ പറയും. പക്ഷേ ചിലപ്പോൾ 50 റുപ്യൊക്കെ മുടക്കിയാൽ മതി. എന്തായാലും 6 റുപ്യ എന്തായാലും കിട്ടുമല്ലോ. കേരള വണ്ടിയല്ലേ 2018 കേരള 2018 സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ അല്ലേ. 6,50,000 എന്തെങ്കിലുമൊക്കെ കുറച്ചും തരും. ഏകദേശം ഒരു 50,000 രൂപ കൈ കണ്ടോ പ്രൊഫൈൽ പക്കയാണെങ്കിൽ ഫുൾ ലോണും കിട്ടും അല്ലേ. കിട്ടും. പിന്നെ ഒരു ഹോണ്ടന്റെ മൊബൈലിയോ, ഇത് ഹോണ്ടന്റെ മൊബൈലിയോ, ഇന്നോവ കുട്ടി. അതായത് ഇപ്പൊ ഇന്നോവന്റെ ഒരു ഉപകാരത്തിൽ നടക്കുമല്ലോ. 10 ആളുകൾക്ക് ഇതിൽ 9 ആളുകൾക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം. പക്ഷെ ഈ 2014 മോഡലാണിത്. 14 മോഡൽ ഒരു ഇന്നോവ കിട്ടണമെങ്കിൽ എന്തായാലും 8.5 ലക്ഷം റുപ്യ കൊടുക്കണം. അത് ഡീസൽ. ഇതിന്റെ പകുതി പൈസ തന്നാൽ മതി. പകുതി വേണ്ട, അതിലും കുറച്ചാണ് ഞാൻ കൊടുക്കുന്നത്. 2014 മോഡൽ മൊബൈലിയോ 7 സീറ്റർ വണ്ടി, വലിയ വണ്ടി, നല്ല വൃത്തിയുണ്ടല്ലേ. കാര്യമായ 2013 അപേക്ഷിച്ച് മോശമല്ല വണ്ടി. മെക്കാനിക്കൽ ഒക്കെ പക്കയാണ്. ഡീസൽ മിഡിൽ ഓപ്ഷൻ, ABS, എയർ ബാഗ്, അലോയ്സ് കാര്യങ്ങളൊക്കെ വരുന്ന മിഡിൽ ഓപ്ഷൻ വണ്ടി. ഏകദേശം ഒരു 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. 22 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഹോണ്ടന്റെ വണ്ടിയല്ലേ. ഹോണ്ട ജാസ്, ഹോണ്ട മൊബീലിയോ, ഹോണ്ട സിറ്റി ഇതൊക്കെ 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി. സീറ്റ് ഒന്നും വലിയ കുഴപ്പമില്ല. സീറ്റ് കവർ പിന്നെ ഒരു വണ്ടിയിൽ എന്താ ഇതൊക്കെ വേണമെന്ന് വരുന്ന ആളുകൾ സീറ്റ് കവർ വൃത്തിയില്ലാന്ന് ഞാൻ പുതിയത് ഇട്ടും കൊടുക്കും. അതൊക്കെ ഒരു ഓഫർ ആയിട്ടാണ് കൊടുക്കുക. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. റീപ്ലേസ്മെന്റ് മേജർ കേസ് ഒന്നുമില്ല. ഇതിന്റെ ഹിസ്റ്ററി നമ്മൾ എടുത്തിട്ടുണ്ട്.
ഉണ്ട്, ഒരു മഡ്ഗാർഡ് ഒരു ബമ്പറും കമ്പനി തന്നെ മാറിയത്. അതൊക്കെ ഇപ്പൊ സ്വാഭാവികമാണ്, സർവ്വസാധാരണ സംഗതികളാണ്. ഓട്ടം ഇതിനകത്ത് 1,72,000 കിലോമീറ്റർ ആണ് കാണിക്കുന്നത് അല്ലേ? അത് നിങ്ങൾ നോക്കിക്കോളൂ, കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് ഓടിച്ച് സർട്ടിഫൈ ചെയ്തോട്ടെ അജോ, ഓടിച്ച് സർട്ടിഫൈ ചെയ്തിട്ട് ഇനിയിപ്പോ ആളുകൾ പൈസ ഇല്ലെങ്കിലും ഒന്നുകൂടെ ഓടിച്ചു നോക്കിക്കോട്ടെ. ഇതെന്താ വില? ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്കൊരു ഫിക്സഡ് പ്രൈസ് എന്നുള്ളത് 3,90,000 രൂപ. 390. അടിപൊളി കേട്ടോ. 3,90,000 മാക്സിമം ഫുള്ള് ലോണും കിട്ടും. ഫുള്ള് ലോണും കിട്ടും. അതാണ് ഇതിന്റെ അടുത്തൊരു പോസിറ്റീവ്. 4 ആണെങ്കിൽ 4 നമുക്ക് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഒരു 7 സീറ്റർ വണ്ടി 20 മേലെ മൈലേജ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇത് തന്നെ എടുക്കണം. 2014 ഇന്നോവന്റെ 3 പൈസ ചോദിക്കണുള്ളൂ. അങ്ങനെ ഉണ്ടല്ലോ. 2014 കേരള വണ്ടിയാണെങ്കിൽ 12 ലക്ഷം ഉറുപ്പ് എടുക്കണം ഒരു വണ്ടി എടുക്കണമെങ്കിൽ. അതിന്റെ 3 പൈസ ഞാൻ ഇതിന് ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇന്നോവന്റെ എല്ലാ ഫെസിലിറ്റി ഇതിനകത്ത് ഉണ്ട്. പക്ഷേ ഹോണ്ട ആണെന്നേ ഉള്ളൂ. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഫുൾ ലോണിൽ 3,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മളെ സ്വന്തം നാട്ടുകാരനാണല്ലോ. അതെ, ഫോർച്യൂണർ KL 12P66 ഫാൻസി നമ്പറാണ്. 2012 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക്. 12 ആണ്, 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ വണ്ടി സെക്കൻഡ് ഓണർ ആണ്. പിന്നെ മേജർ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ബമ്പർ സൈഡിലൊക്കെ ചെറിയ അല്ല, ഇത് നമ്മൾ ഈ വണ്ടി ഇന്നലെ മേടിച്ചിട്ടുള്ളത് നമ്മൾ ടച്ചിങ്ങും പോളീസും ചെയ്ത് ഇങ്ങനെയല്ല ഈ വണ്ടി കൊടുക്കട്ടോ. നമ്മൾ വന്നപ്പോ കാണിച്ചു. ഈ വണ്ടി ഇന്റീരിയൽ പോളീസ്, ആ ബമ്പർമ സ്ക്രാച്ച് ഉണ്ട്, അതൊക്കെ ടച്ച് ചെയ്ത് ഫുൾ ഉഷാറാക്കിയിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുള്ളൂ അല്ലേ? വളരെ കണ്ടീഷനിലാക്കിയിട്ട് അതൊക്കെ കൊടുക്കാൻ പറ്റും. ഇതില് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അതായത് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലാണ് വരുന്നത്. സീറ്റ് അഡ്ജസ്റ്റ് ഇതിലിപ്പോ ഈ 2012 ഏറ്റവും ഫുൾ ഓട് എന്ന് പറയാം. 12 ഇത് 4 വീൽ ഇറങ്ങിയിട്ടില്ല, 2 വീൽ ഇറങ്ങിയിട്ടുള്ള ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത് 2012 സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഇലക്ട്രിക്കലി വരുന്ന വണ്ടി, ഓട്ടോമാറ്റിക്. ഇത് ഓട്ടോ എത്രയ്ക്കാ? ഇത് ജെന്യൂൻ കിലോമീറ്റർ 1,60,000 കിലോമീറ്റർ ജെന്യൂൻ ആണ്. ജെന്യൂൻ അതൊക്കെ വരുന്ന ആളുകൾക്ക് ഉറപ്പ് വരുത്തിയിട്ട് എടുത്താൽ മതി. നമ്മൾ വെറുതെ പുള്ളി അടിച്ചാണ്ട് ആ ജെന്യൂനാ അല്ല, റീവണ്ടിയാണ്, സെക്കൻഡ് ഓണർ ആണ്. അപ്പൊ കിലോമീറ്റർ നമുക്ക് 1,60 ജെന്യൂനാ. നമ്മൾ ഹിസ്റ്ററി എടുത്തോണ്ട് അത് പറയുന്നത് ജെന്യൂൻ ആണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയൂലല്ലോ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? മേജർ കേസ് ഇല്ല, മൈനർ ആയിട്ട് ഇതിനകത്തുണ്ട്. ഇതിന്റെ ഡിക്ക് മാറിയിട്ടുണ്ട്. അതൊക്കെ സർവ്വസാധാരണ ഉള്ള ഒരു സംഗതി. പിന്നെ ഒരു വണ്ടി എടുക്കാൻ വരുമ്പോൾ നമ്മൾ പ്രത്യേകം പറയാണ്, മേജർ അടിച്ച് ടോട്ടൽ ലോസ് ആകുക, ഫ്ലഡ് ആകുക, അതൊക്കെ പ്രശ്നമുള്ളൂ. അല്ലാതെ ഒരു ബമ്പർ മാറി, ഒരു ഡിക്ക് മാറി, ഒരു ഡോർ, ഇതൊന്നും ഒരു വിഷയമല്ല ഒരു വണ്ടിക്ക്. നമ്മൾ ഈ ഫുൾ കവർ നമ്മുടെ അടുത്തുള്ള എന്റെ അടുത്ത് നിന്ന് ഏത് വണ്ടി കൊടുത്താലും ഞാൻ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കുന്നത്. എന്തിനാ എടുത്ത് കൊടുക്കണേ? ഫുൾ കവർ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിക്ക് എന്തെങ്കിലും ക്ലെയിം വന്നാൽ എടുക്കാനാണ്. അല്ലാതെ 100 തട്ടിയാലും തേർഡ് പാർട്ടി ഇൻഷൂർ മതി നാട്ടില്. ഫുൾ കവർ ഇൻഷുറൻസ് നമ്മൾ എടുക്കുന്നത് വണ്ടിക്ക് ക്ലെയിം ഇട്ടാണ്. ഫസ്റ്റ് ക്ലാസ് ഇൻഷൂർ ഫുൾ കവർ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ക്ലെയിം ഇട്ടാണ്. അടിപൊളി. അപ്പൊ ഇതിന് എന്താ വില വരുന്നത്? ഇതിന് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില 12,500 രൂപ. ഇത് ഒരു 12,400 രൂപ ഇട്ടാണ് നമുക്ക് ഫിക്സഡ് ആയിട്ട് കൊടുക്കാം. 2012 വണ്ടി ഇതിലും കുറച്ചൊന്നും വണ്ടി 10 ലക്ഷം രൂപ എഗ്രി ആയിട്ട് ലോൺ ഉണ്ട്. അപ്പൊ ഏകദേശം 2-2.5 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന KL 12 രജിസ്ട്രേഷനുള്ള അടിപൊളി വണ്ടി, 2 വീൽ ഓട്ടോമാറ്റിക്, ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി. ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. പിന്നെ ഫോട്ടോസ് ഒക്കെ അയച്ചു കൊടുക്കൂലേ? പിന്നെ നമ്മൾ പറയണ്ടല്ലോ, നമ്മൾ 2 നമ്പർ കൊടുക്കുന്നുണ്ട്. 2 നമ്പറിലും കാറ്റലോഗ് ഉണ്ട്. ആളുകൾക്ക് വിളിക്കാം, വാട്സപ്പിൽ പറയാ എല്ലാ സംഗതികളും. ചിലപ്പോൾ നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാണ്ട് വോയിസ് വിട്ടാൽ മതി, അതിന് മറുപടി നമ്മൾ തരും. ഇനി ഒരു ഹോണ്ടയുടെ വണ്ടി കൂടി കാണിച്ചു തരാം. CRV. ഹോണ്ട CRV കുറച്ചുകൂടി പുതിയ മോഡലാണ്. അത്യാവശ്യം 2017 മോഡലാണ്. 17 ആണ് അല്ലേ? 17 മോഡലാണ്. ഡീസലാണോ? ഡീസലാണ് വണ്ടി. നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. നല്ല ക്വാളിറ്റി വണ്ടി, മിന്റ് കണ്ടീഷൻ തന്നെ പറയാ വണ്ടി. അതിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇന്നോവന്റെ ഉപകാരം ഇതിലും നടക്കും. പിന്നെ നല്ല മൈലേജ് കിട്ടും. ഏകദേശം 20 മേലെ മൈലേജ് കിട്ടും. പറഞ്ഞ പോലെ തന്നെ ഹോണ്ട, ഞാൻ പറയില്ല, ഹോണ്ടന്റെ വണ്ടി, ടയോട്ടന്റെ വണ്ടി, ഇറ്റിയോസ് ലീവ, പിന്നെ അൾട്ടീസ്, അതുപോലെ ഈ ഹോണ്ടന്റെ സിറ്റി, ഹോണ്ട ജാസ്, ഹോണ്ട മൊബീലിയോ, ഇതൊക്കെ 20ന്റെ മുകൾക്ക് മൈലേജ് കിട്ടുന്ന വണ്ടി. ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ഒരു രക്ഷയില്ലാത്ത സീറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൂപ്പർ ഇന്റീരിയർ. ഒരു 10 ഇഞ്ച് സ്ക്രീനും ഉണ്ട് അല്ലേ? ഇത് എന്താ വെച്ചാൽ ഇത് നമ്മൾ പറയാം, ഞാൻ 2015 ഇന്നോവ എക്സ്ചേഞ്ച് വാങ്ങിയത് ഒരു തങ്ങളെ വണ്ടിയാണ്. നമ്മൾ ഷൊർണൂരുള്ള ഒരു തങ്ങളെ വണ്ടി, മൂപ്പരെ പേരിൽ തന്നെയാണ് ഈ വണ്ടി ഇപ്പോഴും നിലവിലുള്ളത്. സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് ചെറിയ കിലോമീറ്ററിൽ എടുത്താണ്. പ്രോപ്പർ സർവീസ് ആണ്, പ്രോപ്പർ കിലോമീറ്റർ. ഈ വണ്ടി ഓടിയത് 70-80 ഇടയിൽ, 75 അത്ര ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ സർവീസ്. നമ്മൾ കളവറല്ല, ഞാൻ പറഞ്ഞാൽ തങ്ങൾ പറയാൻ പറ്റൂലല്ലോ. 2017 വണ്ടി. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമ്മള് 6.25 രൂപ ആസ്ക് ചെയ്യുന്നത്. 6.25 ലക്ഷം, 6,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2017 ഡീസൽ 6.5 രൂപക്കാണ് നമുക്ക് ഒരു ഫിക്സഡ് പ്രൈസ് എന്നുള്ള വിത്ത് ഫുൾ കവർ ഇൻഷൂർ എടുത്തിട്ട് ഫുള്ള് ലോണിലും കൊടുക്കുക അല്ലേ? ഓക്കെ, എന്തായാലും നോക്കിക്കോട്ടെ. ഈ വക അവസരങ്ങൾ കളയരുത് നിങ്ങൾ. ഞാൻ പറഞ്ഞില്ല, അപ്പൊ നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞു, മാക്സിമം എന്താ ഈ ആളുകൾക്ക് വണ്ടി എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഇത് ടയറൊക്കെ ഏകദേശം 70% അലൈവ്സ് കാര്യങ്ങൾ അല്ല, മിഡിൽ ഓപ്ഷൻ വണ്ടി. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. അവസരങ്ങൾ കളയണ്ട. 6,50,000 രൂപ ഫുൾ ഓണിൽ ഡീസൽ വണ്ടി, 22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന 7 സീറ്റർ വണ്ടി. അപ്പൊ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു 4 ഇന്നോവയും കൂടി കിടക്കുന്നുണ്ട്. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് ഏതാ മോഡൽ? ഇത് 2014 G4 ആണ്, സിൽക്കി ഗോൾഡ് കളറാണ്, സെക്കൻഡ് ഓണർ വണ്ടിയാണ്. ഇൻഷുറൻസ് നിലവിലില്ല, പുതിയ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും ഞാൻ എടുത്തു കൊടുക്കും. ഇവിടെ പേപ്പർ ആയ വണ്ടിയാണ്, കേൾപ്പത്തിലായ വണ്ടിയാണ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ എത്രയാ? കിലോമീറ്റർ ഇതിനകത്തുള്ളത് 1,90,000 കിലോമീറ്റർ. ജെനുവിൻ ആയിരിക്കും അല്ല എന്നൊന്നും നമ്മൾ പറയണ്ട. വരുന്ന ആളുകൾ ഉറപ്പ് ചെക്ക് ചെയ്തോളാം, നല്ലോണം ചെക്ക് ചെയ്തോളാം.
പിന്നെ ഒരു വർത്താനത്തിനുള്ള അവസരം ഉണ്ടാവരുത്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യണോ അങ്ങനെയൊക്കെ ചെക്ക് ചെയ്ത് എടുത്താൽ മതി. പിന്നെ ഇന്റീരിയർ ഒക്കെ ഞാൻ പറഞ്ഞു സീറ്റ് കവറൊക്കെ അടിപൊളിയാണ്, റീപ്ലേസ്മെന്റ് ഇല്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടി. എന്താ വില വരുന്നത്? ഇത് നമ്മൾ 8 ലക്ഷം രൂപ ആസ്ക് ചെയ്യാണ്. 2014 G4 8 ലക്ഷം രൂപ കേട്ടോ. 8 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സിൽക്കി ഗോൾഡ് നല്ല 7 ലക്ഷം രൂപ ലോണും കിട്ടും. 7 ലക്ഷം രൂപ 1 ലക്ഷം രൂപയും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് ഇനോവ കൊടുക്കാം. സിൽക്കി ഗോൾഡ് പോലെ സിൽക്കി ഗോൾഡ് തന്നെയാണ് ഇതും. 2015 നല്ല ഫിറ്റിംഗ്സ് ഉള്ള വണ്ടി. സൂപ്പർ സീറ്റ് കവർ, ക്രിസ്റ്റന്റെ വീല്, പ്രൊജക്ടർ ലൈറ്റ്, ബോഡി സ്റ്റിക്കർ, ബാക്ക് സ്കേർട്ട്, ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കും. 15 മോഡൽ, സെക്കൻഡ് ഓണർ ആണ്. 1,75,000 കിലോമീറ്റർ ജെന്യൂൻ ആണ് വണ്ടി. ജെന്യൂൻ ആണ് അല്ലേ? പിന്നെ 1,85,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ. ഇത് പേപ്പർ ആയ കേൾപ്പത്തിലേക്കായ സെക്കൻഡ് ഓണർ വണ്ടി. പിന്നെ വേറെ കാര്യം പറയേണ്ടത് ക്രിസ്റ്റന്റെ വീൽ ഇട്ടിട്ടുണ്ട്. ക്രിസ്റ്റന്റെ വീല്, സീറ്റ് കവർ, ആൻഡ്രോയിഡ്, ബാക്ക് സ്കേർട്ട് എല്ലാ ഫിറ്റിംഗ്സും ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ഇന്റീരിയർ ഉണ്ട് കേട്ടോ. 10 ഇഞ്ചിന്റെ സ്ക്രീനും വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല വൃത്തിക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് എത്ര വില വരുന്നത്? ഇത് വില വരുന്നത് നമുക്ക് 9,400 റുപ്യാണ് നമ്മൾ ആസ്ക് ചെയ്യുന്നത്. 15 വണ്ടിയാണ്. ഈ ഫിറ്റിംഗ്സ് ഉള്ള വണ്ടിയാണ്. എന്തെങ്കിലുമൊക്കെ കുറച്ച് നമുക്ക് കൊടുക്കാം. 9,75,000 രൂപയാണ് 2005 വണ്ടിക്ക് റീപ്ലേസ് ഇല്ലാത്ത ക്വാളിറ്റി വണ്ടിക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം കുറച്ച് തരും. 1 ലക്ഷം രൂപ കയ്യിൽ കണ്ടുവന്നാൽ നിങ്ങൾക്ക് ഈ 15 വണ്ടിയും കൊണ്ടുപോകാം. ഇനി ഇതാണെങ്കിലോ? ഇതാണെങ്കിൽ 2014 തന്നെയാണ്. G4 വണ്ടിയാണ്. 14 G4 സെക്കൻഡ് ഓണർ വണ്ടിയാണ്. മേജർ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിന്റെ വില നമുക്ക് പിന്നെ 8 റുപ്യ നമ്മൾ ആസ്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു ചെറിയ പൈസ ഇതും കുറച്ച് കൊടുക്കാം. 2014 വണ്ടി 8 ലക്ഷം രൂപ. ഇത് ഓട്ടം എത്രയാ? ഓട്ടം ഇത് 2,60,000 കിലോമീറ്റർ ഇത് ജെന്യൂന് ഓടിയതാണ്. ഇതിനകത്തുള്ളത് 1,60, 1,70 ഒക്കെ ഉള്ളൂ. അപ്പൊ കിലോമീറ്റർ ജെന്യൂൻ അല്ല, മാത്രം. വണ്ടി മെക്കാനിക്കൽ പക്കയാണ് ഈ വണ്ടിയൊക്കെ. കാരണം അതൊക്കെ ഓട്ടി നമ്മൾ ബോംബെ നിന്ന് ഓട്ടി പോകുന്ന വണ്ടികളാണ്. 2 ജില്ലറെ ഓടിയ വണ്ടി പറയുന്നത് ഇന്നോവയെ സംബന്ധിച്ച് ഒന്നുമല്ല. എടുക്കുക കേട്ടോ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ നോക്കിയാൽ മതി. ഒന്നുമില്ല അല്ലെ? ഇത് എത്ര വില? 8 ലക്ഷം രൂപ നമ്മൾ ചോദിച്ചു. 7 ലക്ഷം രൂപ ലോൺ കിട്ടും. 2014 മോഡൽ. 1 ലക്ഷം രൂപയ്ക്ക് ഒരു ഇന്നോവ. അതെ, 1 ലക്ഷം രൂപ കൈ കൊണ്ടുവന്നാൽ ഇത് കൊണ്ടുപോകാം. നിങ്ങളുടെ പ്രൊഫൈൽ പക്കയായിരിക്കണം. വീണ്ടും പറയാം. ഇനി ഇതാണെങ്കിലോ? ഇതാണെന്നുണ്ടെങ്കിൽ 2013 ആണ്. കേൾപ്പാവുന്ന 8200 2013 വി വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 13 വി ആണ്. ഒറിജിനൽ കേരളയാണ് ഈ വണ്ടി. അന്നത്തെ ഫുൾ ഓപ്ഷൻ. നല്ല നീറ്റ് ആണോ? സിൽവർ കളർ, നല്ല ക്വാളിറ്റി വണ്ടി. 4 ടയറും ഏകദേശം ഒരു 90% ടയറും ഉണ്ട്. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് മേജർ കേസ് ഒന്നുമില്ല. നീറ്റ് ആണ് കേട്ടോ. വൃത്തിയാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട്. ഇത് ടച്ച് സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ടോ? അല്ല, ഇത് കമ്പനി സ്റ്റീരിയോ ആണ് അതിനകത്തുള്ളത്. അതെ, അതൊക്കെ അങ്ങനെ തന്നെ നിൽക്കുന്നത്. അതെ. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമ്മൾ 9,500 റുപ്യാണ് നെറ്റ് ആവശ്യപ്പെടുന്നത്. ഇനി എന്തെങ്കിലും ഒരു ചെറിയൊരു വിട്ടുവീഴ്ച നമ്മൾ ചെയ്തു. മോഡൽ ഏതായിരുന്നു പറഞ്ഞത്? 13 വി ഒറിജിനൽ കേരള. അതെ. അത് 9,500 വരുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കേരളയാണ്, വി മോഡലാണ്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് വില കൂടുതൽ വരുന്നത്. എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇത് ഏകദേശം ഒരു 1 ലക്ഷം റുപ്യ ഉണ്ടാക്കി കൊടുത്തൂടെ? സുഖമായിട്ട് 8 റുപ്യ എന്തായാലും ലോൺ. 8 രൂപ 13 വണ്ടിയല്ലേ കേരള വണ്ടി. 8 റുപ്യ നിങ്ങൾ 9,500 നമ്മൾ ആസ്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ചെറിയൊരു പൊടിക്കായി നമുക്ക് കുറച്ച് കൊടുക്കാം. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. 9 ലക്ഷം രൂപ. ഇനി എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ അവസാനത്തെ വണ്ടി ഒരു എറ്റിയോസ് ആണ്. അത് നിങ്ങൾക്ക് 1 രൂപ കയ്യിൽ നിന്ന് മുടക്കാണ്ട് എടുക്കാം. 0 ഡൗൺ പേയ്മെന്റിൽ ഒരു എറ്റിയോസ്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി സീറ്റ് കവർ, സെറ്റ് അടിച്ചപൊളി അലോയ്സ്. ഇത് ഷിഫ്റ്റിന്റെ അലോയാണെന്ന് എനിക്ക് തോന്നുന്നു കമ്പനി കണ്ടിട്ട്. നല്ല ക്വാളിറ്റി വണ്ടി. ഇത് എന്താ പറയാ, ബോഡി വൈസ് ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. ഇന്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും പക്കയാണ്. മെയിൻ ആയിട്ട് പറയേണ്ടത് 20 മേലെ മൈലേജ് കിട്ടും. ജി ആണോ ഇത്? 20 അല്ല, ഇത് ജി അല്ല, GD VXT ആണല്ലോ. ഇത് GD ബേസ് മോഡൽ ആണ് വണ്ടി. ഇനിയിപ്പോ ടാക്സി ഓടുന്നവർക്കൊക്കെ പറ്റിയൊരു വണ്ടിയാണ്. ഇതിനകത്ത് ഇതൊക്കെ വരില്ലേ? 4 ഡോർ വിൻഡോ ഒക്കെ വരില്ല? AC പവർ സ്റ്റാറിംഗ്, 4 ഡോർ വിൻഡോ, കമ്പനി സെന്റർ ലോക്ക് കാര്യങ്ങളൊക്കെ വരും. ഇത് മറ്റേ പ്ലാറ്റിനം ആക്കിയിട്ടില്ല. ആക്കിയിട്ടില്ല. ഇനിയിപ്പോ അത്യാവശ്യക്കാർക്ക് വേണമെന്ന് നമ്മൾ ആക്കിയും കൊടുക്കും. ഇനിയിപ്പോ ആളുകൾക്ക് ആക്സിഡന്റ് റീപ്ലേസ് മേജർ കേസ് ഒന്നുമില്ല. എത്ര ഓട്ടം ഈ ഇതിനകത്തുള്ള കിലോമീറ്റർ 1,60,000 കിലോമീറ്റർ. 1,60,000 ആണല്ലേ? അത് ജെനുവിൻ ആണോ? ആവൂല തന്നെ കൂട്ടിക്കോളി. വേറെ അപാകത മേജർ കേസ് ഇല്ല. ഓക്കെ. ഇത് നമുക്ക് എന്താ വില വരുന്നത്? ഇത് നമുക്കൊരു ഫിക്സ്ഡ് പ്രൈസ് എന്നുള്ളതിലേക്ക് 4 ലക്ഷം റുപ്യക്ക് വണ്ടി കൊടുക്കാം. 4 ലക്ഷം റുപ്യക്ക് ലോണും കൊടുക്കാം. ഇനിയിപ്പോ പ്രൊഫൈലുള്ള ആളാണെങ്കിൽ 4 ലോൺ കിട്ടും കേട്ടോ. 2015 മോഡൽ ഉണ്ട്, 16 രജിസ്ട്രേഷൻ ഉണ്ട് വണ്ടി. അപ്പൊ രജിസ്ട്രേഷൻ ആണ് ഫിനാൻസുകാർ കൂട്ടുക. 16ന്റെ പിന്നെ വാല്യൂഷൻ വെച്ച് വരുമ്പോൾ 4 റുപ്യ ഈസി വാക്കൗട്ട് ആണ് എന്ത് ലോണ്. അതൊന്നും നമ്മൾ പറയേണ്ട. 4 റുപ്യക്ക് വണ്ടി കൊടുക്കുക, 4 റുപ്യ ലോണും കൊടുക്കുക. മെയിൻ ആയിട്ട് പറയേണ്ടത് വണ്ടീന്റെ ക്വാളിറ്റി തന്നെയാണ്. ചെക്ക് ചെയ്തിട്ട് എടുത്തോളൂ. അപ്പൊ എന്തായാലും 4.5 ലക്ഷം രൂപ വരെ ലോൺ കിട്ടും. 4 ലക്ഷം രൂപ വണ്ടിക്ക് വില പറയുന്നുള്ളൂ. ഈ ലോണൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പക്കയായിരിക്കണം. വീണ്ടും പറഞ്ഞു ഇവിടെ വന്നിട്ട് നമ്മൾ വീഡിയോയിൽ അത് നിങ്ങളുടെ സിബിലൊക്കെ ഓക്കെ ആണെങ്കിൽ 100% കിട്ടിയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയും സമയം കാണിച്ച വണ്ടികളിൽ ഏതെങ്കിലും വണ്ടീനെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ ഇക്കാന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വീഡിയോയിലുണ്ട്, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ 3 നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് വിളിക്കാം, വാട്സപ്പിൽ പിന്നെ പറയാം. അതുപോലെ നമ്മുടെ പിന്നെ കാറ്റലോഗ് ഉണ്ട്, അതിൽ ചെക്ക് ചെയ്യാം. ഇനി വിളിച്ചിട്ട് ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം. രാത്രി 11 മണി വരെ നിങ്ങൾക്ക് വിളിക്കാം. ഇനി
അത് പോരാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ഒരുപാട് റീൽസ് ഒക്കെ വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജും ഇവരുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജും കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ, കുറച്ച് അധികം സമയമായി. അല്ല അതിപ്പോ നമ്മളെന്താ മാക്സിമം ഉള്ളിടത്തോളം വണ്ടി പിന്നെ ഇയർ എൻഡ് ആയതുകൊണ്ട് കാണിച്ചതാണ്. ഫുൾ ലോണിൽ ഇയർ എൻഡ് ഓഫറിൽ എടുക്കാൻ പറ്റുന്ന കൂടുതൽ ആളുകൾക്ക് 24 ആവട്ടെ വണ്ടി എടുക്കാനും ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടാവും, കൊല്ലം അറിയാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനത്തെ ആളുകൾക്കും കൂടി ഒരു ഓഫർ എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഈ പറയുന്നത്. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ. അപ്പൊ അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.